നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ നോക്കുന്നത് എന്താണ്? സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. ആ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള കേരള പോലീസ് ആക്ട് 2011 അതിൽ പ്രതിപാദിച്ചിട്ടുള്ള കുറച്ച് സെക്ഷനുകൾ, അതെന്തുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരാമർശിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെക്ഷൻ 69 എന്താണ് എന്ന് നോക്കാം, അല്ലേ? സെക്ഷൻ 69 അല്ലെങ്കിൽ 69ാമത്തെ സെക്ഷൻ കേരള പോലീസ് ആക്ടിലെ 69ാമത്തെ വകുപ്പ് എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? അത് പരാമർശിക്കുന്നത് ഇതാണ്: ആക്ഷൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഫയർ, ഡിസാസ്റ്റർ ഓർ ആക്സിഡൻറ്റ്. അപകടമോ ദുരന്തമോ അഗ്നിബാധയോ ഉണ്ടാകുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് സ്വീകരിക്കുന്ന നടപടികൾ എപ്രകാരമായിരിക്കണം, അതാണ് സെക്ഷൻ 69 പറയുന്നത്. അപ്പോൾ അഗ്നിബാധ, ദുരന്തം, അപകടം എന്താണ് ഈ സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ എന്തായിരിക്കാം? ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ അതേപോലെ ഈ പോലീസിൻ്റെയും മറ്റുമൊക്കെ ഇടപെടലിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ആൾക്കാർ രക്ഷാപ്രവർത്തനം തടയുവാൻ വന്നിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് നീക്കം ചെയ്യാം. വേണമെങ്കിൽ ലാത്തി ചാർജ് വരെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്തായിരിക്കാം? ഈ അപകടം നടന്ന സ്ഥലത്ത് ഗതാഗത സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനങ്ങളെല്ലാം ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ട് തിരക്കാവും. അങ്ങനെ തിരക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള റോഡുകളും വഴികളും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് യാത്രാമാർഗം നിരോധിക്കാം. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള ഗതാഗതം പാടെ എന്ത് ചെയ്യാൻ പറ്റും? തടസ്സപ്പെടുത്താൻ പറ്റും പോലീസിനെ. കാരണം എന്താണ്? അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ വരികയും വാഹനങ്ങൾ വന്നു ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും. അതുകൊണ്ടാണ്. ഇനിയോ, ഏത് സ്ഥലവും യഥേഷ്ടം ഉപയോഗിക്കാം. ഇത്തരത്തിൽ ദുരന്തമോ അപകടമോ അഗ്നിബാധയോ ഉണ്ടാകുന്ന ആ സ്ഥലവും അതിന് പരിസരവും പോലീസിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് യഥേഷ്ടം വിനിയോഗിക്കാൻ പറ്റും. ഇനി ആരുടെയെങ്കിലും മതിൽ പൊളിച്ച് വഴിയുണ്ടാക്കണോ, അങ്ങനെ ഉണ്ടാക്കാം. ആരുടെയെങ്കിലുമൊക്കെ പറമ്പിലൂടെ ഈ അഗ്നി രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിരക്ഷാസേനയുടെ വാഹനം കൊണ്ടുവരണോ, അത് കൊണ്ടുവരാം. വഴിയില്ലാത്തടത്ത് വഴി ഇണക്കി കൊണ്ടുവരാനുള്ള സംവിധാനവുമുണ്ട്. അതായത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എന്നുള്ളത് അങ്ങനെയുള്ള കോൺസെപ്റ്റിൽ പരിഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപകടം തരണം ചെയ്യുക, അതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇനിയോ, ഉചിതവും ന്യായവുമായിട്ടുള്ള എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. കാര്യം ആ സമയത്ത് നമ്മുടെ വസ്തുവാണ്, നമ്മളാണ് ഇവിടുത്തെ മുതലാളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപകടമോ ദുരന്തമോ അഗ്നിബാധയോ ഉണ്ടാകുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്ന ഓഫീസേഴ്സാണ് അവിടുത്തെ കംപ്ലീറ്റ് ചാർജ് എന്ന് പറയുന്ന ആൾക്കാർ, അല്ലേ? അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉപകരണങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കിയാൽ ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായിക്കാണുമല്ലോ. അപ്പോൾ നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിട്ടപ്പെടുത്തണം. അപ്പോൾ നാശനഷ്ടം തിട്ടപ്പെടുത്തുകയും ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകുകയും വേണം. അതിവിടെ ഉള്ളതാണ്. ഇനി അവിടെയുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്ത കുറവ് മൂലമാണ് എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങളോ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുടെ ബാധ്യത ആ ഉദ്യോഗസ്ഥന്മാർക്കായിരിക്കുമെന്നും പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് സെക്ഷൻ 69 പ്രതിപാദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 77 എന്താണ് എന്ന് നോക്കാം, അല്ലേ? 77 പറയുന്ന കാര്യം എന്താണ്? റെഗുലേറ്റിംഗ് നോയ്സൻസ് കോസ്ഡ് ബൈ നോയ്സ്. റെഗുലേറ്റിംഗ് നോയ്സൻസസ് കോസ്ഡ് ബൈ നോയ്സ്, അതായത് ശബ്ദമലിനീകരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കണം. അപ്പോൾ ശബ്ദമലിനീകരണം നിയന്ത്രിക്കുക, ശബ്ദത്തിൻ്റെ ആധിക്യം നിയന്ത്രിക്കുക മുതലായ കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ വകുപ്പാണ് സെക്ഷൻ 77 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വായ്പാട്ട്, അല്ല, ആൾക്കാരിങ്ങനെ പാടും, മൈക്ക് സെറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പാടും, അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് പാട്ട് പാടും, പ്രസംഗങ്ങളൊക്കെ നടത്തും. പക്ഷെ അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന നിർവാഹമില്ല, അല്ലെങ്കിൽ അപകടസ്ഥിതിയിലുള്ള ആശുപത്രിയിലെ പേഷ്യൻസൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ശബ്ദം പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രതിപാദിക്കുന്ന മേഖലയിൽ നിന്നും വായ്പാട്ട്, ഉപകരണ സംഗീതം, പ്രസംഗം, ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദങ്ങളുടെ വിന്യാസം അല്ലെങ്കിൽ ശബ്ദം, ഒച്ച എന്നിവയ്ക്ക് കാരണമാകുന്ന തൊഴിൽശാലകളൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തുറസായ സ്ഥലം, കെട്ടിടം എന്നിവയിൽ വെച്ച് നടത്തപ്പെടുന്ന കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന പരിപാടികൾ പൊതുജനങ്ങൾക്കോ പ്രദേശവാസികൾക്കോ ദോഷകരമായി ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും അപേക്ഷയിന്മേൽ നടപടി സ്വീകരിക്കാമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 77 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 98 നോക്കാം, അല്ല? എന്താണ് സെക്ഷൻ 98? സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചാണ്. അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആരാണ്? സ്പെഷ്യൽ പോലീസ് ഓഫീസർ അതായത്
ജില്ലാ പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ പോലീസ് വകുപ്പിന് പ്രത്യേകം ഉത്തരവിലൂടെ നിയോഗിക്കാൻ പറ്റുന്ന പോലീസുകാർ അല്ലാത്തതും പോലീസിന് നിർണായക ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിന് നിയുക്തരായിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, ആരോഗ്യമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരാകുന്നതിനുള്ള യോഗ്യതയുണ്ടെന്ന് പ്രതിപാദിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർക്ക് കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെയോ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന് സമാനമായിട്ടുള്ള പരിരക്ഷകളെല്ലാം തന്നെ ഈ പറയുന്ന ആർക്ക് ലഭിച്ചിരിക്കും? സ്പെഷ്യൽ പോലീസ് ഓഫീസറിന് ലഭിച്ചിരിക്കും. പിന്നെയോ അവർക്ക് ലഭിക്കുന്ന വേതന സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനവും അവർക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനവും അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കുകയില്ല. കരാറടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടേത്. പിന്നെ ഏതെങ്കിലും സർക്കാർ ജോലിക്ക് പരിഗണിക്കുമ്പോൾ പ്രഥമ പരിഗണന കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും കിട്ടില്ല. അതായത് കരാറടിസ്ഥാനത്തിലുള്ള നിയമനം മാത്രമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടിയന്തര ഘട്ടങ്ങളിലാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നത്. അടിയന്തര ഘട്ടം എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ പക്കൽ സ്ട്രെങ്ത് ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണ്. അത് ആരിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കും? എക്സ് സർവീസ്മെൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരെല്ലാം നമ്മൾ എക്സ് സർവീസ്മെൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റിട്ടയർഡ് പോലീസ്മെൻ പോലീസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും അതിലാണ് പെടുന്നത്. പിന്നെയോ NSS, NCC, സ്പെഷ്യൽ പോലീസ് കേഡറ്റ് മുതലായ പ്രവർത്തന പരിചയമുള്ള ആളുകളെയും എന്ത് ചെയ്യാറുണ്ട്? ഇതിലേക്ക് നിയോഗിക്കാറുണ്ട്. ഇനി മുന്നറിയിപ്പില്ലാതെ സേവനം അവസാനിപ്പിക്കാം. അതായത് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനം എന്ന് പറയുന്നത് മുന്നറിയിപ്പില്ലാതെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ആയുധം നൽകാൻ പാടില്ല. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ കൈകളിലേക്ക് ആയുധം കൊടുക്കില്ല. പിന്നെ അവരെ കൊണ്ട് കേസുകൾ, പരാതികൾ എന്നിവയും അന്വേഷിപ്പിക്കുവാറുമില്ല. ഇതാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സെക്ഷൻ 98 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരള പോലീസ് ആക്ട് 2011 ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ ചില വകുപ്പുകളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.